ബിഗ് ബോസ് മലയാളം സീസൺ 7-ലുണ്ടായ വഴക്ക് കൈവിട്ടുപോയ സാഹചര്യത്തിൽ ഒരു ചുംബന ആരോപണത്തിൽ നാണംകെട്ട ഗെയിംസ് കളിച്ച ജിഷിൻ, മസ്താനി, അനുമോൾ എന്നീ മത്സരാർത്ഥികൾ ആര്യൻ, ജിസിൽ എന്നിവർ രാത്രി ബെഡിൽ കിടന്ന് ചുംബിച്ചു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. ജിഷിനോ മസ്താനിക്കോ ഇക്കാര്യം നടന്നില്ലെന്ന് ഉറപ്പില്ല. അനുമോൾ എങ്ങനെ സംഭവിച്ചെന്ന് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾ പ്രേക്ഷകരെയും ബിഗ് ബോസിനെയും റിവ്യൂസിനെയും ഒരുപോലെ തന്നെ അമ്പരപ്പിച്ചു. ഇത്രയും നാണംകെട്ട ഗെയിംസ് ബിഗ് ബോസിൽ മലയാളത്തിൽ ചരിത്രത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ചുംബിച്ചു എന്ന് പറയുന്നതിന് പുറമെ ആര്യനും ജിസയിലും അന്ന് ചെയ്തത് അനുമോളും മസ്താനിയും ജിഷിനും അനുകരിച്ചു കാണിക്കുന്നു. അത് ജിസേലിന്റെ മുന്നിൽ വെച്ച് ജിസേലിന്റെ വസ്ത്രം ശരിയാക്കുന്നത് ഉൾപ്പെടെ ജിഷിൻ അനുകരിച്ച് കാണിക്കുന്നുണ്ട്. അതിനിടെ മസ്താനിയുടെ ദയാർത്ഥ കമന്റും പരിഹാസത്തോടുള്ള നോട്ടവും. ഒരു സ്ത്രീക്ക് നേരിടാവുന്ന വലിയ അപമാനത്തിലൊന്നാണ് ജിസേലിന് നേരെ ഇന്നുണ്ടായത്. പരമാവധി സംയമനത്തോടെ ജിസൽ ഈ രംഗങ്ങളൊക്കെ കണ്ടിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും ജിസൽ ദേഷ്യപ്പെടുന്നുമുണ്ട്. മത്സരാർത്ഥികൾ എന്നതിനപ്പുറം ജിഷിനും അനുമോളും മസ്താനി എന്നിവരുടെ നിലവാരമാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ചയാക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും മോശമായ ജിഷിന് ഒരു സ്ത്രീക്ക് മുന്നിൽ പെരുമാറാൻ പറ്റിയെന്ന് പലരും ചോദിക്കുന്നു. മസ്താനി സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ആങ്കറാണ്. യുവതലമുറയുടെ പ്രതിനിധീകരിക്കുന്ന ആൾ. ഒരു സ്ത്രീയെയും ചെറുപ്പക്കാരനെയും കുറിച്ച് ഉറപ്പില്ലാത്ത കാര്യം ഉന്നയിക്കുന്നതിന് പുറമെ ഇവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാദം വന്നപ്പോൾ സെന്റിമെന്റൽ കാർഡാണെന്ന് മസ്താനി പറയുന്നു. വൈൽഡ് കാർഡിലെത്തിയ താൻ കാരണം ബിഗ് ബോസ് വീട്ടിൽ സംഭവവികാസങ്ങളുണ്ടായ സന്തോഷത്തിലാണ് മസ്താനി. പുറത്ത് അനുമോൾക്കുള്ള പിന്തുണയും ആര്യനുള്ള ഹിറ്റ്സും മനസ്സിലാക്കിയാണ് മസ്താനി ഷോയിലേക്ക് വരുന്നത്. ആദ്യം തന്നെ ആര്യനെതിരെ തിരികുകയും ചെയ്തു. എന്നാൽ ഈ വിഷയമെടുത്ത് മസ്താനിക്ക് സംഭവിച്ച പിഴവാണ്. ഇക്കാര്യത്തിൽ ആര്യനോ ജിസേലിനോ തള്ളിപ്പറയാൻ പ്രേക്ഷകർ തയ്യാറല്ലെന്ന് കമന്റുകളിൽ നിന്ന് വ്യക്തം. ഈ വിഷയം ഏറ്റവും കൂടുതൽ തിരിച്ചടിയുണ്ടാക്കാൻ പോകുന്നത് അനുമോൾക്കാണ്. ഇതുവരെയും വീട്ടിൽ മിക്കവരും ഗ്രൂപ്പായി അനുവിനെതിരെ തിരിയുന്ന എന്ന പ്രതീതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും മോശമായ വാദം അനുമോളിൽ നിന്ന് പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിച്ചുമില്ല. ജിസയിലും ആര്യനും കിടന്ന രീതിയിലും ആംഗിളുമെല്ലാം അനുമോളും മറ്റു മത്സരാർത്ഥികളുടെ മുന്നിൽ ബെഡ് വിരിച്ച് കിടന്ന് അഭിനയിച്ച് കാണിച്ച എന്നത് പലരെയും ലജ്ജിപ്പിച്ചു. അക്ബർ ഇതൊന്നും കാണാൻ പോലും നിന്നില്ല. അക്ബർ, അനീഷ് എന്നിവർ ജിഷിന്റെ നിലവാരമില്ലാത്ത സംസാരത്തെയും ജിസിലിനെതിരെ അധിക്ഷേപത്തെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മോഹൻലാൽ എന്ത് പറയുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. മോഹൻലാലെത്തി ആരോപണം ഉന്നയിക്കുന്ന വീഡിയോ കാണിക്കുമെന്നും സത്യാവസ്ഥ തെളിയിക്കുമെന്നും ആര്യ പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ ഒന്നും വീഡിയോയിൽ ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് ജിസേൽ അനുമോളോട് ചോദിക്കുന്നു. എന്നാൽ ഇത് അനുമോൾ അംഗീകരിച്ചില്ല. വരും ദിവസങ്ങളിൽ ഇക്കാര്യം ചർച്ചയ്ക്കിടയാകാനുണ്ട്. അനുമോൾ ജിസേൽ തർക്കം മിക്ക വീക്കെൻഡ് എപ്പിസോഡുകളിലും ചർച്ചാ വിഷയമാണ്.